പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 19 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കൊശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കൾ ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ എല്ലാം നീ അറിയാനും
അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാരുണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശ്രയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഉടങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാർ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരവ് ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരവ് നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം, അപ്പോൾ പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷേ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. അഭിപ്രായം നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ല, അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണ വരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അല്ലേ? ആ ഉടമ്പടി ദൈവദർശന് രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരൻ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ലെ കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പോൾ നിങ്ങളവർക്ക് ആക്ഷേപം ഉന്നയിച്ച ഉടമ്പടി എടുത്താലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരനേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കൂടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്തെ ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.